ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെയാണ് കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത് വിഷ്ണുവും ശാലിനിയും കൂടി. അത് കഴിഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ വിഷ്ണു അങ്ങ് ഇടറിയ ശബ്ദത്തോടു കൂടി തിരുമേനിയോട് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞില്ലേ എന്ന്. അന്നേരം ആ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ വിഷ്ണു കുഞ്ഞിനെയും കൊണ്ടങ്ങ് എഴുന്നേക്കാൻ തുടങ്ങിയാണ്. അന്നേരം വസുമതി അങ്ങ് പറയുകയാണ്, ഇരിക്കെവിടെ, ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങ് വസുമതിയിലേക്കാണ്. തുടർന്ന് വസുമതിയാണ് അവിടെ സംസാരിക്കുന്നത് മുഴുവൻ. ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും വസുമതി ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം ദത്ത് വാങ്ങിയ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കൽ ചടങ്ങ് എന്ന് പറയുമ്പോൾ അങ്ങ് സങ്കടത്തോടു കൂടി ശാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ കൈകളിലങ്ങ് ഇറുക്കി പിടിക്കുകയാണ്. അന്നേരം രണ്ടുപേരും സങ്കടമാവുന്നുണ്ട്. ആ കൂടി നിന്ന് എല്ലാവർക്കും സങ്കടമാവുകയാണ്. പൊന്നിക്ക് വരെ, രമണം പിള്ളയ്ക്കും ഒക്കെ, സത്യഭാമയ്ക്കും, രാഘവൻ നായർക്കും, അർജുനും, പ്രീതിക്കും ഒക്കെ. പക്ഷേ അതൊരു സത്യമായ കാര്യമാണ് അവിടെ വസുമതി പറയുന്നത്. തുടർന്ന് അപ്പോൾ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, അതെന്താ ഇപ്പോൾ അങ്ങനെ ഒരു ചടങ്ങിൻ്റെ ആവശ്യം, അതിന് ഒരുക്കങ്ങളൊക്കെ വേണ്ടേ, മുഹൂർത്തമൊക്കെ നോക്കണ്ടേ ചോദിക്കുകയാണ്. അന്നേരം ചോറൂണ് ചടങ്ങിൻ്റെ മുഹൂർത്തവും അങ്ങോട്ടത്തേക്ക് എടുക്കാം, മുഹൂർത്തം കഴിഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെയല്ലേ തിരുമേനി എന്ന് ചോദിക്കുകയാണ് തിരുമേനിയോട്. അന്നേരം അതെ, കുഴപ്പമില്ല, അതും ഈ മുഹൂർത്തത്തിനായിട്ട് എടുക്കാം, മുഹൂർത്തം കഴിയാനായിട്ട് കുറച്ച് സമയം കൂടി ബാക്കിയുണ്ടെന്ന് തിരുമേനി പറയുമ്പോൾ വിഷ്ണു ശാലിനിയാണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ്. വിഷ്ണുവിൻ്റെ കയ്യിലാണ് കുഞ്ഞിരിക്കുന്നത്. കുഞ്ഞിനെ തലോടുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണ് വിഷ്ണു. ഭാമയാണെങ്കിൽ ഒരക്ഷരം മിണ്ടുന്നില്ല. തുടർന്ന് വസുമതി പറയുകയാണ്, അന്ന് പ്രീതിയുടെ ജാതകദോഷം മാറാനാണല്ലോ കൊടുത്തത്, ഇപ്പോൾ ആ ദോഷമൊക്കെ മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തിരുമേനിയോട് വീണ്ടും അഭിപ്രായം ചോദിക്കുകയാണ്. അന്നേരം അതെ, മരണതുല്യമായ ആ ഒരു കിടന്നല്ലോ കുറേ നേരം, അപ്പം ആ ഒരു അവസ്ഥയൊക്കെ മാറിയിരിക്കുന്നു. ഇനി ശിശുവിൻ്റെ ജാതകദോഷം കൊണ്ട് ആ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോണില്ല എന്ന് പറയുകയാണ്. അന്നേരം രാഘവൻ നായരും പറയുന്നുണ്ട്, ഇപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ, അന്ന് ഗോത്രം മാറണമെന്നല്ലേ പറഞ്ഞുള്ളൂ, അതിന് ഒരുക്കങ്ങളൊക്കെ വേണ്ടേ എന്നൊക്കെ വീണ്ടും രാഘവൻ നായർ കേൾക്കുമ്പോൾ ഒരു ഒരുക്കത്തിൻ്റെയും ആവശ്യമില്ല, ഇത് തന്നെയാണ് അതിന് പറ്റിയ അവസരം. എന്നിട്ട് അർജുനോടും പറയുന്നുണ്ട്, അർജുൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അർജുനും മിണ്ടുന്നില്ല. തുടർന്ന് പ്രീതിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് നിൻ്റെ കുഞ്ഞിനെ വേണ്ടേ എന്ന്. അന്നേരം ആദ്യം പ്രീതി മിണ്ടുന്നില്ല, ശാലിനിയെ തന്നെയാണ് പ്രീതി ശ്രദ്ധിക്കുന്നത്, ശാലിനിയുടെ ആ വിഷമം കണ്ടിട്ട്. തുടർന്ന് വേണ്ടേ, പ്രീതി വേണ്ടേ ചോദിക്കുമ്പോൾ വേണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്ന് പറയുകയാണ്. അന്നേരം പക്ഷേ, ഒരു പക്ഷേയും ഇല്ല എന്നിങ്ങനെ വസുമതി പറയുമ്പോഴും കുഞ്ഞിനെ എന്തായാലും തിരിച്ചു കൊടുത്തല്ലേ മതിയാവും, അത് ഇപ്പോൾ തന്നെ ആയിക്കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് ശാലിനി കുഞ്ഞിനെ അങ്ങ് വാങ്ങുകയാണ്. എന്നിട്ട് അതിനെ ഇറുക്കി പിടിക്കുന്നുണ്ട്. തുടർന്നും വസുമതി പറയുന്നുണ്ട്, കുഞ്ഞിനെ വിട്ടുകൊടുക്കുന്നതിൽ എല്ലാവർക്കും മാനസികമായിട്ട് വിഷമമൊക്കെ ഉണ്ടാകുമെന്ന് അറിയാം, പക്ഷേ എങ്കിൽ പിന്നെ അതങ്ങ് വിട്ടേക്കാമെന്ന് പറയുമ്പോൾ വീണ്ടും വസുമതി ശ്രദ്ധിക്കുകയാണ്. എങ്കിൽ ഞാനൊരു സജഷൻ പറയാം, പിന്നെ പ്രീതി എവിടെയാണോ താമസിക്കുന്നത് അവിടെ വിഷ്ണുവും ശാലിനിയും ഉണ്ടാകണം. അന്ന് പ്രീതിയുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്താണല്ലോ അങ്ങനെയൊക്കെ ദത്ത് നൽകിയത്. ഇതിപ്പോൾ ആരോഗ്യസ്ഥിതിയൊന്നും കുഴപ്പമില്ല, അപ്പോൾ പ്രീതി എവിടെയുണ്ടോ അവിടെ കുഞ്ഞിനെയും കൊണ്ട് വിഷ്ണുവും ശാലിനിയും ഉണ്ടാകണം. ഇവിടെയാണെങ്കിൽ ഇവിടെ എന്ന് പറയുമ്പോൾ ആ ഒരു തീരുമാനം രാഘവൻ നായർക്ക് ഇഷ്ടപ്പെടുകയാണ്. രാഘവൻ നായർ അന്നേരം സങ്കടപ്പെട്ടിരുന്നു, വിഷ്ണുവും ശാലിനിയും സങ്കടപ്പെട്ട് ഇരിക്കുന്നത് കണ്ടിട്ട്. പക്ഷെ ഇപ്പോൾ ആ ഒരു അഭിപ്രായം കേൾക്കുമ്പോൾ രാഘവൻ നായർക്ക് സന്തോഷമാവുകയാണ്. പക്ഷെ ഇത്രയും നേരം വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും ആ ഒരു സങ്കടം കണ്ടുകൊണ്ട് നിന്ന സുസ്മിതയ്ക്കാണെങ്കിൽ സുസ്മിതയും അന്തമിടുകയാണ്. ആ ഒരു വിഷ്ണുവും ശാലിനിയും ഇനി അവിടെ താമസിക്കും എന്ന് പറഞ്ഞതില്ല. തുടർന്ന് വിഷ്ണു എന്തു പറയുന്നു എന്ന് വസുമതി ചോദിക്കുമ്പോൾ വിഷ്ണു ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം വിഷ്ണു ഇങ്ങനെ സത്യഭാമയെ നോക്കുമ്പോൾ ആ വീട് വിട്ടിറങ്ങിപ്പോയി വെല്ലുവിളിച്ച സംഭവം വിഷ്ണു ഓർക്കുന്നുണ്ട്. ഇനി വിഷ്ണു ജീവിക്കുന്നത് സത്യഭാമയുടെ തണലിലല്ല, സ്വന്തം കാല് തറയിൽ ചവിട്ടിയാണ് ഇനി ജീവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത് ഓർക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ചിന്തിച്ചിട്ട് പെട്ടെന്ന് പറയുന്നുണ്ട്, തയ്യാറല്ല, ചടങ്ങ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് പോകണം എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ പെട്ടെന്ന് വിഷ്ണുവിൻ്റെ ഷർട്ടിൻ്റെ കൈകളിലേക്ക് ഇങ്ങനെ ശാലിനി ഇറുക്കി പിടിക്കുകയാണ്, വിഷ്ണു ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട്. എന്നുള്ള സങ്കടത്തോടെയാണ് പറയുന്നത്. അന്നേരം സുസ്മിതയ്ക്ക് അങ്ങ് സന്തോഷമാവുകയാണ്. അടിപൊളി, അങ്ങനെ രണ്ടിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനമായി, രണ്ടും രണ്ട് പാത്രത്തിലായി എന്നും പറഞ്ഞ് സുസ്മിത സന്തോഷിക്കുകയാണ്. അന്നേരം രാഘവൻ നായർക്കും ഭാമയ്ക്കും എല്ലാവർക്കും സങ്കടമാവുന്നുണ്ട്. തുടർന്ന് വസുമതി തൻ്റെ തീരുമാനം പറയുകയാണ്, എങ്കിൽ ചടങ്ങ് നടക്കട്ടെ, ആചാരപ്രകാരമുള്ള ചടങ്ങ് മാത്രമല്ല നിയമപരമായ ചടങ്ങ് നടക്കണം. എന്താ അർജുൻ കേൾക്കുന്നില്ലേ ചോദിക്കുകയാണ്. അന്നേരം അർജുൻ അങ്ങ് തലയാട്ടുന്നുണ്ട്. തുടർന്ന് മുഹൂർത്തം കഴിയാറായി, അർജുനോട് ഇരിക്കാൻ വസുമതി പറയുകയാണ്. പക്ഷെ അർജുൻ പ്രീതിയെ നോക്കുന്നുണ്ട്, രാഘവൻ നായരെ നോക്കുന്നുണ്ട്. ആ വിഷ്ണുവിൻ്റെ തീരുമാനത്തിൽ രാഘവൻ നായർ ആകെ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ അർജുനോടൊന്നും പറയാനും രാഘവൻ നായർക്ക് നിവർത്തിയില്ല. തുടർന്ന് വസുമതി നിർബന്ധിക്കുന്നുണ്ട്, നിന്നോട് ഇരിക്കാനാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അർജുൻ അങ്ങ് നിർബന്ധമായിട്ട് ഇരിക്കുന്നുണ്ട്.
തുടർന്ന് ചടങ്ങുകൾ ആരംഭിക്കാമെന്ന് വസുമതി പറയുമ്പോൾ തിരുമേനി പൂജയൊക്കെ ചെയ്യുകയാണ്. ഇതേസമയം കുഞ്ഞിനെ അങ്ങ് മുറുകെ പിടിച്ചിരിക്കുകയാണ് ശാലിനി. രണ്ടുപേരും വിഷ്ണുവും ശാലിനി അങ്ങ് കരഞ്ഞ് തളർന്നിരിക്കുകയാണ്. അന്നേരം ശാലിനി ഓർക്കുന്നുണ്ട് ആദ്യമായിട്ട് അന്ന് ശാരദാമ്മയുടെ കൈകളിൽ നിന്നും കുഞ്ഞിനെ തൻ്റെ കൈകളിലേക്ക് വാങ്ങിയതും, പിന്നീട് നൂലുകെട്ടും, പിന്നീട് ഓരോരോ ചടങ്ങുകൾ അന്ന് പഞ്ചകൈലാസത്തിൽ വെച്ച് കുഞ്ഞിനെയും കൊണ്ട് നടന്നതും, പിന്നീട് അർജുൻ കുഞ്ഞിനെ ശാലിനിയുടെ കയ്യിൽ കൊടുത്തതും, അവർ വീട് വിട്ട് കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിപ്പോയതും, വാടക വീട്ടിൽ പോയതും, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ശാലിനി ഓർക്കുന്നുണ്ട്. വിഷ്ണുവും ഓർക്കുകയാണ് കുഞ്ഞിന് പാല് വാങ്ങാൻ വേണ്ടി പോയതും അമ്പലനടയിൽ ഉറങ്ങിയ കാര്യങ്ങളൊക്കെ ഓർത്ത് അവരങ്ങ് വിങ്ങി പൊട്ടിയിരിക്കുകയാണ്. ഈ സമയത്ത് തിരുമേനി പറയുന്നുണ്ട് കുഞ്ഞിനെ അങ്ങോട്ട് കൈമാറാനായിട്ട്. തുടർന്ന് കുഞ്ഞിനെ കൊടുക്കാനായിട്ട് വസുമതി ശാലിനിയോട് പറയുകയാണ്. ശാലിനി ഇങ്ങനെ കുഞ്ഞിനെ തന്നെ ഇറുക്കി പിടിച്ചിരിക്കുമ്പോൾ മോളെ കൊടുക്കാൻ എന്നിങ്ങനെ വസുമതി പറയുന്നുണ്ട്. തുടർന്ന് ഒരു നിമിഷം എന്തോ ഒരു മനോധൈര്യം കൈവന്ന പോലെ ശാലിനി ഇങ്ങനെ കുഞ്ഞിനെ എടുത്ത് ഒന്നുകൂടി ഉമ്മ വെച്ചിട്ട് പ്രീതിയുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. അന്നേരം പ്രീതി ഇങ്ങനെ മടിച്ച് ഇരിക്കുകയാണ് വാങ്ങിക്കാതെ. അന്നേരം മോളെ വാങ്ങിക്കുക എന്ന് പറഞ്ഞിങ്ങനെ വസുമതിയാണ് അവിടെ മൊത്തം സംസാരിക്കുന്നത്. അന്നേരം വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് വിഷ്ണു പറയുന്നുണ്ട് അവളെ ഇങ്ങ് താന്ന്. അന്നേരം സുസ്മിത ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ഇനി എന്താണ് ഉദ്ദേശം എന്നുള്ള രീതിക്ക്. വസുമതിയെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ കുഞ്ഞിനെ വാങ്ങിയ ശേഷം കുഞ്ഞിന്റെ നെറ്റിയിലും കവിളത്തും ഒക്കെ കെട്ടിപ്പിടിച്ചങ്ങ് ഉമ്മ വയ്ക്കുകയാണ്. എന്നിട്ട് അർജുനെ ഇങ്ങനെ കാണിച്ചിട്ട് ദേ അച്ഛൻ്റെ അടുത്തേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് മുഖം തിരിച്ച് തന്നെ കുഞ്ഞിനെ അങ്ങ് അർജുൻ്റെ കൈകളിലേക്ക് മടിയിലേക്ക് വച്ചു കൊടുക്കുകയാണ്. അന്നേരം ശാലിനി അങ്ങ് കരയുകയാണ്. സത്യഭാമയ്ക്ക് വരെ അവിടെ കരച്ചിൽ വരുന്നുണ്ട്. രാഘവൻ നായരും ഒക്കെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. തുടർന്ന് പ്രീതിയും അർജുനും ഒക്കെ സങ്കടാവസ്ഥ തന്നെയാണ്. അതിനുശേഷം കുഞ്ഞാണെങ്കിൽ വിഷ്ണുവിനെ നോക്കി അങ്ങ് കരയുകയാണ്. അത് കണ്ട് സഹിക്കുക വയ്യാതെ വിഷ്ണു അങ്ങ് എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ ശാലിനി കൈകളിലേക്ക് പിടിക്കുന്നുണ്ട്. പക്ഷെ ശാലിനിയുടെ കൈവരെ തട്ടി മാറ്റിയിട്ട് അങ്ങ് സങ്കടം വിങ്ങി പൊട്ടി വിഷ്ണു അങ്ങ് ആർക്കും മുഖം കൊടുക്കാതെ എഴുന്നേറ്റ് അങ്ങ് പുറത്തേക്ക് പോവുകയാണ്. തുടർന്ന് പുറത്തേക്ക് വരുന്ന വിഷ്ണു ആണെങ്കിൽ അങ്ങ് സങ്കടം പൊട്ടി ഒഴുകുകയാണ്. കരച്ചിൽ വരുന്നുണ്ട്. ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാനായിട്ട് വിഷ്ണു ഇങ്ങനെ വായിലേക്ക് ഇങ്ങനെ വിരൽ വെച്ച് അങ്ങ് കരയുകയാണ്. ഈ സമയത്ത് ശാലിനി അവിടെ നിന്ന് എഴുന്നേറ്റ് കുഞ്ഞിനെ ഒന്ന് നോക്കിയ ശേഷം അങ്ങ് പുറത്തേക്ക് വരുന്നുണ്ട്. അന്നേരം കുഞ്ഞങ്ങ് ഉച്ചത്തിൽ കരയുന്നുണ്ട്. പക്ഷെ ശാലിനി അത് വക വയ്ക്കാതെ തന്നെ അങ്ങ് എന്തോ ധൈര്യം വന്ന പോലെ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ തോളി പിടിക്കുമ്പോൾ വിഷ്ണു അങ്ങ് രണ്ട് കണ്ണും അങ്ങ് നിറഞ്ഞൊഴുകുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ തോളി പിടിച്ചിട്ട് ശാലിനി പറയുന്നുണ്ട് വിഷ്ണുവായിട്ട് അകം വേവുന്നത് പുറം അറിയണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കണ്ണുനീരൊക്കെ തുടച്ച് ഇങ്ങനെ ഷർട്ടൊക്കെ മുണ്ടൊക്കെ നേരെ ആക്കിയിട്ട് വിഷ്ണു അങ്ങ് നിൽക്കുകയാണ്. പക്ഷെ വിഷ്ണുവിന് സങ്കടം വരുന്നുണ്ട്. അന്നേരം വിഷ്ണു അങ്ങ് അങ്ങനെ സങ്കടം കടിച്ചമർത്തുന്നത് കണ്ടിട്ട് ശാലിനി അങ്ങ് വിങ്ങി പൊട്ടുകയാണ്. ശാലിനി അങ്ങ് വലിയ വായിൽ കരയുന്നുണ്ട്. അന്നേരം ശാലിനി അങ്ങ് ചേർത്ത് പിടിച്ച് അതെൻ്റെ നെഞ്ചിലേക്ക് അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് വിഷ്ണു. അന്നേരം രണ്ടുപേരും അവിടെ നിന്നങ്ങ് കരയുകയാണ്. തുടർന്ന് അവിടെ ചോറൂണിൻ്റെ സദ്യയൊക്കെ വിളമ്പുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ട്. രാഘവൻ നായരും വസുമതിയും പ്രീതിയും പിന്നെ സത്യഭാമയും ഒക്കെ വന്ന അതിഥികളുമൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ വിഷ്ണു ശാലിനിയും ഭക്ഷണം കഴിക്കാനായിട്ട് കാണിക്കുന്നില്ല. അന്നേരം അർജുനും സുസ്മിതയും പൊന്നിയും പിള്ളയും ഒക്കെ ചേർന്നാണ് വിളമ്പുന്നത്. ചോറ് അർജുൻ വിളമ്പുന്നുണ്ട്, സാമ്പാർ സുസ്മിത വിളമ്പുന്നുണ്ട്, ഒക്കെ നടക്കുകയാണ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. ഈ സമയത്ത് വസുമതിയാണെങ്കിൽ ഇങ്ങനെ സുസ്മിതയെ ശ്രദ്ധിക്കുന്നുണ്ട്, കഴിക്കുന്ന പ്രീതിയെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് സുസ്മിതയെന്ന് വിളിക്കുകയാണ്. എന്നിട്ട് ഇവിടെ അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പ്രീതിയുടെ ഇലയുടെ അടുത്തേക്ക് കാണിക്കുകയാണ്. അന്നേരം സുസ്മിത ഇവർക്കിത് എന്തിൻ്റെ കേടാന്നും പറഞ്ഞ് മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് സുസ്മിത ചെല്ലുന്നത്. അന്നേരം തിടുക്കമൊന്നും വേണ്ട, പതിയെ വെള്ളം ഒഴിച്ചാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം സുസ്മിതയ്ക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. തുടർന്ന് പ്രീതിയോട് പറയുകയാണ് പ്രീതി നീ അവളുടെ മുഖത്തേക്ക് നോക്കിക്കേ, എന്തെങ്കിലും ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പ്രീതി ഇങ്ങനെ സുസ്മിതയുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. പക്ഷെ സുസ്മിതയ്ക്ക് പേടിയൊക്കെ വരുന്നുണ്ട്. കൈകൊണ്ടിങ്ങനെ മുഖം മറയ്ക്കാനൊക്കെ സുസ്മിത ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പ്രീതി ഓർക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ പ്രീതിക്ക് ആ പാറക്കെട്ട് വരെ ഫോണും കൊണ്ട് പോകുന്നത് മാത്രമേ പ്രീതിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുള്ളൂ. അന്നേരം ഇല്ല, ഒന്നും ഓർമ്മയില്ല, വരുന്നില്ല എന്ന് പറയുമ്പോൾ സുസ്മിതയ്ക്ക് അങ്ങ് ആശ്വാസമാവുകയാണ്. തുടർന്ന് വെള്ളം മതിയോ എന്നിങ്ങനെ കളിയാക്കി സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം നീ എപ്പോഴും ഈ പ്രീതിയുടെ കൺവെട്ടത്ത് തന്നെ ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്ത് കൊടുത്താൽ മതിയോ എന്നും പറഞ്ഞ് സുസ്മിത വസുമതിയെ പരിഹസിക്കുകയാണ്. അന്നേരം സുസ്മിതയെ ഇങ്ങനെ ദേഷ്യത്തോടെ വിളിച്ചിട്ട് വസുമതി പറയുകയാണ് ദേ ഈ സാമ്പാറിൽ മുരിങ്ങക്കോലിന് പകരം നിന്നെ വെട്ടിയെറിഞ്ഞിടാനുള്ള ദേഷ്യം എല്ലാവർക്കും ഉണ്ട്, അധികം നെകളിക്കണ്ട, പറയുന്നത് അങ്ങോട്ട് കേട്ടോളണം, മര്യാദയ്ക്ക് നിന്നാൽ നിനക്ക് കൊള്ളാമെന്നിങ്ങനെ വസുമതി ദേഷ്യപ്പെടുകയാണ്. പക്ഷെ അത് ശരിവെച്ച് തന്നെ ഭാമയും രാഘവൻ നായരും അർജുനും ഒന്നും വസുമതി എതിർത്ത് പറയുന്നില്ല. എല്ലാവരും ആ വസുമതിയുടെ പക്ഷം തന്നെയാണ്. തുടർന്ന് സുസ്മിത അങ്ങ് മാറി ഭാമയ്ക്ക് വെള്ളം ഒഴിക്കാൻ പോകുന്നുണ്ട്. അന്നേരം ഭാമയും ഇങ്ങനെ രൂക്ഷമായിട്ട് സുസ്മിതയെ തന്നെ നോക്കുകയാണ്. അന്നേരം അവിടെ നിന്ന് സുസ്മിത അങ്ങ് മാറിപ്പോവുകയാണ്.
ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ ആ സദ്യ വിളമ്പുന്ന അടുത്തേക്ക് വരികയാണ്. തുടർന്ന് വിഷ്ണു നോക്കുമ്പോൾ എല്ലാവരുടെയും മുഖം സന്തോഷം തന്നെയാണ്. അർജുനൊക്കെ ഓടി നടന്ന് വിളമ്പുന്നത് കണ്ടിട്ട്. തുടർന്ന് വിഷ്ണു കണ്ണീരൊക്കെ തുടച്ച് ചിരിച്ചുകൊണ്ട് ആ അളിയ ഇങ്ങോട്ട് താന്നും പറഞ്ഞ് അർജുൻ്റെ കയ്യിൽ നിന്ന് ചോറ് ബേസിനങ്ങ് വാങ്ങിക്കുകയാണ്. എന്നിട്ട് അളിയൻ അങ്ങോട്ടിരുന്നേ അളിയൻ്റെ കുഞ്ഞിൻ്റെ ചോറ് കൊടുപ്പിന് അളിയനും പെങ്ങളും കൂടി ഒരുമിച്ചല്ലേ ഇരിക്കേണ്ടത്. ഇതോ പ്രീതി അവിടെ കസേര ഒഴിച്ചിട്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ, അങ്ങോട്ടിരിക്കുന്നു പറയുകയാണ്. അന്നേരം അത് അവൾ കഴിച്ചോട്ടെ, ഞാനും അളിയനും കൂടി ഒരുമിച്ചിരുന്നാൽ പോരെ എന്ന് അർജുൻ പറയുകയാണ്. ഇത് കാണുമ്പോഴും ഭാമയ്ക്കും അർജുനും ഒക്കെ വസുമതിക്കും ഒക്കെ സന്തോഷമാകുന്നുണ്ട്. വിഷ്ണു അങ്ങനെ വന്ന് സന്തോഷത്തോടു കൂടി പെരുമാറുന്നത് കണ്ടിട്ട് മനഃപൂർവ്വം വിഷ്ണുவோட സന്തോഷം അഭിനയിക്കുന്നത് തന്നെയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ അർജുനെ നിർബന്ധമായിട്ട് പിടിച്ച് അങ്ങോട്ടിരുന്നേ, നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് എത്ര കാലമായി എന്നും പറഞ്ഞ് പ്രീതിയുടെ അടുത്തേ കസേരയിലേക്ക് അർജുനെ നിർബന്ധപൂർവ്വം പിടിച്ചിരുത്തുകയാണ്. അന്നേരം ഈ അളിയൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രീതിയെ നോക്കി ചിരിച്ചുകൊണ്ട് അർജുൻ അവിടെ ഇരിക്കുന്നുണ്ട്. തുടർന്ന് ചോറ് വിളമ്പാൻ തുടങ്ങുകയാണ്. അന്നേരം മോനെ ഇത്തിരി ചോറ് വിളമ്പിക്കുകയെന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്. തുടർന്ന് അവിടെ വിഷ്ണു ചോറ് വിളമ്പുന്നുണ്ട്, അപ്പുറത്തെ ഇലയിലൊക്കെ വിളമ്പുകയാണ്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ അർജുൻ്റെ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇലയിലേക്ക് കറി വിളമ്പാൻ പോകുമ്പോൾ നീ എന്തോയി കാണിക്കുന്നത്, ആദ്യം വിളമ്പേണ്ടത് ഉപ്പാണ്, ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കുക, ഒന്നും അറിഞ്ഞുകൂടാന്നും പറഞ്ഞ് സുസ്മിതയെ അങ്ങ് വഴക്ക് പറയുന്നുണ്ട്. അന്നേരം സുസ്മിതയെ അങ്ങ് പേടിക്കുകയാണ്. അന്നേരം സത്യഭാമയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഇത് എന്താന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ നോക്കുന്നുണ്ട്, എല്ലാവരെയും നോക്കുകയാണ്. തുടർന്ന് പൊന്നി ആ ഉപ്പ് അങ്ങോട്ട് വിളമ്പിക്കുക എന്ന് പറയുമ്പോൾ പൊന്നി അർജുൻ്റെ ഇലയിലേക്ക് ഉപ്പ് വിളമ്പുന്നുണ്ട്. അന്നേരം എന്തും അടി ഇതെന്നും പറഞ്ഞ് നോക്കി വീണ്ടും സുസ്മിതയെ വിഷ്ണു അങ്ങ് വഴക്ക് പറയുകയാണ്. അന്നേരം സുസ്മിതയ്ക്ക് അങ്ങ് ആകെ അപമാനിതയാവുകയാണ്. പക്ഷേ അർജുനും പ്രീതിക്കും ബാക്കി എല്ലാവർക്കും അത് കണ്ടങ്ങ് സന്തോഷമാവുന്നുണ്ട്. അന്നേരം വിഷ്ണുവിൻ്റെ ഓടി നടന്നുള്ള വിളമ്പൊക്കെ അടുത്ത് ഇരുന്ന് സദ്യ കഴിക്കുന്ന മാലതി ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ഭാമയോട് ഇങ്ങനെ പറയുകയാണ്, ഭാമയെ വിഷ്ണു നല്ല അസൽ വെപ്പുകാരനായല്ലേ എന്ന്. അന്നേരം ഭാമ ഇങ്ങനെ എന്താ ശ്രദ്ധിക്കുമ്പോൾ അല്ല, വിഷ്ണുവിൻ്റെ മട്ടും ഭാവം കണ്ട അസൽ നല്ല വെപ്പുകാരനും വിളമ്പുകാരനും ഒക്കെ തന്നെയാണല്ലോ. കുടുംബശ്രീ ശാരദയുടെ മകളെ കല്യാണം കഴിച്ചത് മുതൽ നാട്ടിലൊരു അടക്കം പറച്ചിലുണ്ടായിരുന്നു, വിഷ്ണു എന്താ സത്യഭാമയുടെ മകൻ വിഷ്ണു എന്താ ചായക്കട തുടങ്ങാൻ പോവുകയാണോ എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചല്ലോ. ഈ മൊബൈൽ റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് ചായക്കട തന്നെയാണല്ലോ. അപ്പോൾ ഇതേ ഓടി നടന്ന് വിളമ്പുന്നത് കണ്ടില്ലേ. പിന്നെ വാസുദേവൻ നമ്പൂതിരി വരെ, ഈ ദേഹണ്ണക്കാരൻ വാസുദേവൻ നമ്പൂതിരി വരെ വിഷ്ണുവിൻ്റെ മുമ്പിൽ മാറി നിൽക്കും. വിഷ്ണു അതിനേക്കാൾ നന്നായിട്ടാണ് വെക്കുകയും വിളമ്പുകയും ഒക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സത്യഭാമയ്ക്ക് അങ്ങ് ആകെ ദേഷ്യം വരികയാണ്. തൻ്റെ മകനെ ഒരു ദേഹണ്ണക്കാരനോട് ഉപമിച്ചതിൽ ഭാമയ്ക്ക് അതങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. രാഘവൻ നായരും ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് ദേഷ്യത്തോടു കൂടി ഭാമ അങ്ങ് എഴുന്നേൽക്കുകയാണ്. കഴിച്ചുകൊണ്ടിരുന്ന ഭാമ അങ്ങ് എഴുന്നേൽക്കുമ്പോൾ വിഷ്ണു അത് ശ്രദ്ധിക്കുകയാണ്. വിഷ്ണു പറയുന്നതൊന്നും കേട്ടില്ല, പക്ഷേ ഭാമയും രാഘവൻ നായർ മാത്രമേ കേട്ടുള്ളൂ. പക്ഷേ സുസ്മിത ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സുസ്മിതയ്ക്ക് അതൊരു സന്തോഷം തന്നെയായിരുന്നു. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അത്രയും നേരത്തെയുള്ള സന്തോഷം ഇനിയിപ്പോൾ അവർ ആ മാലതി കാരണം കെടുമോ ഇല്ലയോ എന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.